ഓണം പടിവാതിൽക്കലെത്തി എങ്ങും ആഘോഷത്തിമിർപ്പാണ്. മലബാറിലെ ഓണപ്പൊട്ടന്മാരുടെ വിശേഷങ്ങൾ കാണാം. ശരണ്യ അനൂപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓണസദ്യയും ഓണപ്പൂക്കളവും പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മലബാറുകാർക്ക് ഓണപ്പൊട്ടനും. ഉത്രാടം, തിരുവോണം നാളുകളിൽ മാവേലി തമ്പുരാൻ ഓണപ്പൊട്ടന്റെ വേഷത്തിലെത്തി ജനങ്ങളെ അനുഗ്രഹിക്കുന്നുവെന്നാണ് വിശ്വാസം. ഇന്ന് നമുക്ക് അല്പം ഓണപ്പൊട്ടന്റെ വിശേഷങ്ങൾ കാണാം. ഓണപ്പൊട്ടനായി വേഷം മാറുന്നതിനു മുൻപ് ഒട്ടേറെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. വ്രതം നേരത്തെ തുടങ്ങും. അതിന് 10 ദിവസം നമ്മൾ അത്തം തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങൾ വ്രതത്തിലായിരിക്കും. മീനും ഇറച്ചിയും പിന്നെ മറ്റുള്ള കാര്യങ്ങളും, കല്യാണം കഴിച്ചാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും അതൊന്നും ഉണ്ടാവില്ല. അത് ഈശ്വര അനുഗ്രഹം പോലെ ആ വ്രതത്തോടു കൂടി ഉത്രാടായെന്ന് രാത്രി, ഉത്രാടായെന്നല്ല, ഈ ഉത്രാടത്തിൻ്റെ തലേദിവസം രാത്രി നമ്മൾ ഇതിൻ്റെ വരയും കാര്യങ്ങളും തുടങ്ങി ഉത്രാടായെന്ന് പുലർച്ചെ 5 മണിക്ക് വീടിന്ന് ഇറങ്ങും. വീടിന്ന് തിരുമുടി വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞങ്ങൾ ഈ മുടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വെള്ളവും ഇവിടുന്ന് കുടിക്കൂല. താടി കെട്ടിയാൽ മുണ്ടുകയില്ല. ആ മുണ്ടാതെ കൊണ്ട് ഓണപ്പൊട്ടൻ എന്ന് പറയുന്നത്. പിന്നീട് ആഭരണങ്ങളും ഉടയാടകളും ചമയങ്ങളുമെല്ലാം തയ്യാറാക്കും. വാഴപ്പോളകൾ കൊണ്ടാണ് താടിയും മുടിയും തയ്യാറാക്കുക. കദളിവാഴയുടെ പോള ചീന്തിയെടുത്ത് ഉണക്കി നിറം നൽകി അത് മുടിയും താടിയുമാക്കാൻ ചെറുതൊന്നുമല്ല അധ്വാനം. ഒറോപ്പക്കൈത കൊണ്ട് കിരീടവും മുരിക്ക് കൊണ്ട് വളയും നിർമ്മിക്കും. ചുവപ്പ് കച്ചമുണ്ട്, മുന്നാക്ക്, ചൂടകം, ചെക്കിത്തണ, കാണി, കടകം, ദക്ഷിണ സൂക്ഷിക്കുന്ന തോക്കുമ്പ് തുടങ്ങിയവയും ഒരുക്കണം. മുഖത്തെ ചായമെഴുത്ത്, മലയോല, ചായില്യം, നിലവിളക്കിന്റെ കരി ഇവയൊക്കെ ഉപയോഗിച്ചാണ്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇതെല്ലാം ഇതിന് മുള്ളു പരത്തിയതാണ് പറയുക. ഇത് മുരിക്കൊണ്ടാണ് ഉണ്ടാക്കുന്നതെല്ലാം. ഇത് കൈവിരുത്, മാല, ഇതിന് ഈ അടയാഭരണത്തിന് പറയാം ഉറുക്കും പടിയുന്ന, ഇത് മുരിക്കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മുന്നാക്ക്, പിന്നെ ഉടുത്തുകെട്ടിന് ചുവപ്പും കാണിയും ചുവപ്പും എന്നതിന് പറയാം. പിന്നെ മുടി കൊട, ഇതെല്ലാം നമ്മൾ ഓണാകുമ്പോഴത്തേക്ക് തട്ടിക്കൂട്ടി എല്ലാം വൃത്തിയാക്കി വെക്കും. ഇതെല്ലാം കഴിഞ്ഞാൽ ഓലക്കുടയും ചൂടി കയ്യിൽ മണിയുമായി ഓണപ്പൊട്ടന്മാർ ദേശസഞ്ചാരത്തിനിറങ്ങും. മലയ സമുദായത്തിൽപ്പെട്ടവരാണ് മലബാറിൽ ഓണപ്പൊട്ടന്മാരായി വേഷം കെട്ടാറുള്ളത്. ഈ മണികിലുക്കവും കുരുത്തോല കൊണ്ട് അലങ്കരിച്ച ഈ ഓലക്കൊടയുമൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ മലബാറുകാർക്ക് ഓണം പൂർണ്ണമാകില്ല. ഓണപ്പൊട്ടൻ വേഷം കെട്ടുന്നവരും ഒപ്പം അവരെ വരവേൽക്കുന്നതിനായി ജനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി തിരുവോണം എത്തേണ്ട താമസം മാത്രമേയുള്ളൂ. വടകരയിൽ നിന്നും ക്യാമറാമാൻ അനൂപിനൊപ്പം ശരണ്യ.